ഭാരത പരിഗണനയിലൂടെ 1890 രാജസ്ഥാനിലെ ആൽവാർ ദേശം സംരക്ഷിക്കാനിടയായി. ആൾവാറിലെ രാജാവായിരുന്ന മംഗൾജൻ ബഹദൂർ തന്റെ കാഴ്ചപ്പാടുകളിൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടവനായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തെയും പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും അദ്ദേഹം ബഹുമാനിച്ചിരുന്നില്ല. പാശ്ചാത്യരുടെ കൂട്ടുകെട്ടിലും വേട്ടയാടലിലും മറ്റ് ആഡംബരങ്ങളിലും അദ്ദേഹം തന്റെ മുഴുവൻ സമയം ചെലവഴിച്ചു. ആൾവാറിലെ രാജകൊട്ടാരം. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. തൊട്ടടുത്ത് സ്വാമി വിവേകാനന്ദ ആക്രമിതനായിരുന്നു. സ്വാമി, താങ്കൾ ഒരു വലിയ പണ്ഡിതനാണ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപജീവനമാർഗം കണ്ടെത്താനും സുഖകരമായ ജീവിതം നയിക്കാനും കഴിയും. പിന്നെ എന്തിനാണ് ഒരു യാചകന്റെ ജീവിതം നയിക്കുന്നത്, ഒരു അലഞ്ഞിരിച്ചവനെ പോലെ നടക്കുന്നത്? മഹാരാജാവേ, താങ്കൾ എന്തിനാണ് വേണ്ട പാശ്ചാത്യരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുന്നത്? രാജകീയ ഇടങ്ങൾ അവഗണിച്ച് നായകനും മറ്റും പോകുന്നതെന്ന് പറയും. കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാം എത്തിപ്പോയി. അമ്പലം. രാജാവ് ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം ഒഴിവുകഴിവ് പറയാൻ ശ്രമിച്ചു. ശരി ശരി, എനിക്ക് ഇഷ്ടമാണ്. ഋഷിമാരും മുനിമാരും ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ വളർന്നില്ലേ? ഇപ്പോൾ വിവേകാനന്ദൻ രാജസംഘത്തിന്റെ ചുവടുകളിൽ ചില മൃഗങ്ങളുടെ രൂപങ്ങൾ രാജാവിന്റെ വേട്ടയാടത്തിന്റെ ചിത്രങ്ങൾ കണ്ടു. ഒരു മൃഗം പോലും മറ്റൊരു മൃഗത്തെ അനാവശ്യമായി കൊല്ലുന്നില്ലെന്നും പിന്നെ എന്തിനാണ് താങ്കൾ അവയെ വിനോദത്തിനായി കൊല്ലുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ കളിമണ്ണിന്റെയോ കല്ലുകളുടെയോ ലോഹങ്ങളുടെയോ കഷ്ണം മാത്രമാണ്. ഈ വിഗ്രഹാരാധന അർത്ഥശൂന്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആത്മഹത്യയില്ല, അഭിനന്ദിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ചുറ്റും നോക്കുകയും ചുവരിൽ പറ്റിയ രാജാവിന്റെ ഛായാചിത്രം ശ്രദ്ധിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ? അതിനെന്താ, തീർച്ചയായും ദയവായി അങ്ങയുടെ മന്ത്രിയോട് ആ ഛായാചിത്രത്തിൽ ഒന്ന് തുപ്പാൻ ആവശ്യപ്പെടാമോ? എന്നോട് ക്ഷമിക്കൂ, എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. സ്വാമിജി, നിങ്ങൾ എന്താണ് പറയുന്നത്? അത് എന്റെ ഛായാചിത്രമാണ്. ഇത്രയും അപമാനം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം? പിന്നെ ഹൃദയത്തിലെ എന്തിനാ പ്രതികരിക്കുന്നത്? ആദരം തലസ്ഥാനം ഉയർത്തുന്നത് എന്തുകൊണ്ട്? കാരണം അവരുടെ ബഹുമാനം, രാജാവിനോടുള്ള ബഹുമാനം അവരുടെ രാജാവിനോടുള്ള വികാരമാണ്, ആദരവാണ്. അത് വെറും ഛായാചിത്രം മാത്രം, ഒരു കടലാസ്. നിങ്ങളല്ല, കൃത്യമായി പറഞ്ഞാൽ രാജാവ്, നിങ്ങൾ കടലാസിനെയും ചായയും ആരാധിക്കുന്നില്ല. നിങ്ങൾ അതിന്റെ പിന്നിലെ ആശയത്തെയും വികാരത്തെയുമാണ് ആരാധിക്കുന്നത്. ഒരു ഭക്തൻ കല്ലിനെയോ ലോകത്തെയോ ആരാധിക്കുന്നില്ല. അവൻ ഒരു ചിഹ്നത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നു. മനസ്സിന് എന്തൊരു ആവശ്യം? ഒരു വെളിച്ചായ, ഒരു സഹായം മാത്രമാണ്. കല്ലോ ലോകം ലക്ഷ്യമല്ല. സ്വാമിജി, ഇന്നാണ് എന്റെ കണ്ണുകൾ തുറന്നു. മനസ്സിനെ ഇഷ്ടമല്ലാതെ ഞാൻ വിഗ്രഹാരാധനയെ എതിർത്തു. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നു, അത് പ്രതിച്ഛായ. അതിനു പിന്നിലെ ആശയം ഭക്തി, ഏകാഗ്രത എന്നിവയാണ്. വളരെ നന്ദി സ്വാമി, വളരെ നന്ദി. വ്യത്യസ്ത മനസ്സുകൾക്ക് വ്യത്യസ്ത വഴികൾ ആവശ്യമാണ്. മനസ്സിനെ ശുദ്ധീകരിച്ച് നമ്മൾ ദൈവത്തിലേക്ക് നയിക്കുന്ന എന്തും സാധുവാണ്. മതവാദത്തെ കുറിച്ചല്ല സ്വാമി വിവേകാനന്ദൻ നമ്മെ പഠിപ്പിച്ചു. അത് സാക്ഷാത്കാരത്തെ കുറിച്ചാണ്. മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ
താഴെ ചെയ്യും. जय स्वामी विवेकानंद।